ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അസ്നാസ് വളരെ സ്വാഗതം. അപ്പോൾ ഞാൻ വേണ്ടത് വേറെ ഒന്നും കണ്ടില്ല, സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കറൊക്കെ വരച്ചില്ലെങ്കിൽ പേപ്പർ കോപ്പി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വെച്ച് ഞാൻ ഇതൊക്കെ വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഔട്ട്ലൈന് ചെയ്യണം. ഔട്ട്ലൈൻ ബിഗ്ഗസ്റ്റ് ഔട്ട്ലൈനാണല്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഔട്ട്ലൈൻ ബ്ലാക്ക് തന്നെയാണെന്നില്ല. പക്ഷെ ഞാൻ കണ്ടത് ബ്ലാക്കിലാണ് ഏറ്റവും കൂടുതലും ഔട്ട്ലൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്. ബ്ലാക്ക് ഇല്ലെങ്കിൽ പച്ച എടുക്കാം, റെഡ് എടുക്കാം, നീല എടുക്കാം, ബ്ലൂ അല്ല ബ്ലൂ നീലാണ്, മഞ്ഞ എടുക്കാം, പർപ്പിൾ, അങ്ങനെ പല നമ്മൾ എല്ലാ കളേഴ്സ് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പിൻട്രസ്റ്റ് വഴി വായിച്ചാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നതിന് ശേഷം നമ്മളൊന്ന് ട്രൈ ചെയ്തെടുത്താൽ നമുക്കും കിട്ടും ഇതേമാതിരത്തെ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സൊക്കെ. പിന്നെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം കളറിങ് ആണ്. എല്ലാവരും നല്ല ഇത് കാണുന്ന എല്ലാവരും ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇനി യെല്ലോ ആണ്. യെല്ലോ കളറ് വേറെ ഒന്നിനുമില്ല, ഇതിനാണ് പൂമ്പറ്റേക്കാണ്. നമ്മൾ സ്കെച്ചിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇതൊരു പെൻസിൽ കളേഴ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് കിട്ടൂല നമുക്ക്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ നല്ല ഡാർക്കിൽ കൊടുക്കാൻ ശ്രമിക്കണം. കാരണം ഇത് എസ്തെറ്റിക് ലുക്കിനൊക്കെ കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് നമുക്കിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം. അത് വേറെ ഒന്നല്ല, അതിന് ശരിയില്ല ഡ്രസ്സത് എൻ്റെ അനിയനാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇതേമാതിരി കുറച്ച് പിക്ചേഴ്സൊക്കെ നല്ല ഭംഗി അനുഭവ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇതൊക്കെ കണ്ടിരിക്കുന്നത് നല്ലൊരു ഈസ്തെറ്റിക്കലൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് നെക്സ്റ്റ് പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ കാണുന്ന കുറച്ച് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. ഒരുപാട് കമൻറ്റ് അയക്കാറൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നെ ഞാൻ 5th പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഓണം വെക്കേഷനാണ് കൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടും. പിന്നെയെന്ന് പറയുന്നത് എനിക്ക് മദ്രസയിനെപ്പറ്റിനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് മദ്രസയിൽ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കുറയും. കാരണം നബിദിനത്തിൻ്റെ ഒരു സമയമാണല്ലോ ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോസൊക്കെ കുറയുന്നത്. പിന്നെ വീഡിയോസ് കുറഞ്ഞാലേ അത്ഭുതമുള്ളൂ. ഫസ്റ്റൊക്കെ എനിക്ക് ഓരോ സമയത്ത് ഓരോന്നിനെയും ഇഷ്ടപ്പെടും. പിന്നെ പതിയെ എനിക്കത് ഇഷ്ടപ്പെടാണ്ട് വരും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് സ്ക്വിഷ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇഷ്ടമുള്ളത് ജേർണൽ മേക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലുണ്ടാവും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വരുന്ന സമയങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അറിയിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ പിന്നെ വൃത്തിയുള്ള മേൽക്കൂട്ടത്തിൽ പിറന്നത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ സാധനവും ഞാൻ നല്ല വൃത്തിയിലും ഒതുക്കത്തിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം 4:57 ആയിട്ടുണ്ട്. അപ്പം 4:57 നമുക്ക്
ഇതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഒന്ന് താഴെ വീണു, അത് പറക്കട്ടെ. അപ്പോൾ ഗൈസ് അതൊക്കെ പറക്കിയെടുത്തു. ഇനി നെക്സ്റ്റ് പരിപാടി ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കളി. പിന്നെ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഉണ്ടാകും വിചാരിക്കുന്നത്. കവായ് സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ഇതിൻ്റെ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ സിമ്പിളാണെന്ന് ചോദിച്ചാൽ ആണ്. ഇതിനുശേഷം സെല്ലോ ടേപ്പ് എടുക്കണം, അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം. വേറെ ഒരു പണിയില്ല. കുറേ പേരാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. അവരാണല്ലോ കമൻറ്റ് ഇടാറുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മാതിരി എടുക്കുക. ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ചെയ്യുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിന്മേലെ കൊട്ടിച്ചെടുക്കാം. ഇതുമേലെ കൊട്ടിച്ചെടുക്കണം. ഇത് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ, കാരണം ഇത് അതുമേലെ കുടുങ്ങി. വേണ്ട, നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടെടുക്കാം. പറ്റുമായിരിക്കാം. ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കുക. അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതേ മാതിരി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മതി, ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതാണെങ്കിൽ ഇഷ്ടമുള്ള മുതൽ കട്ട് ചെയ്തെടുക്കണം. പക്ഷെ നല്ലവണ്ണം സ്പേസ് വിടേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത പരിപാടി. താഴ്ത്തിക്കാനൊക്കെ പറ്റും, പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഇതിനെന്തോ പറ്റിയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് ഇതാ ഇതിനുണ്ട്. കാണിച്ചു തരുക. നാണത് നല്ല ഭംഗിയുണ്ടൊക്കെ കാണാൻ. പക്ഷേ നമുക്ക് അത് ഇതാക്കാം. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടില്ല. ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കരുത്. അപ്പുറത്തേക്ക് എല്ലാവർക്കും ബൈ ഷോ.